പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ നാട്ടിൽ ലഭ്യമായ ഭക്ഷ്യവിഭവങ്ങളിൽ വിഷമില്ലാത്ത ഒരേ ഒരു ഭക്ഷ്യവസ്തുവാണ് ചക്ക. വിളയാത്ത ചക്ക, ഇടിഞ്ചക്ക വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണ്. ഓർക്കുന്നുണ്ടോ എല്ലാവരും? അതിൻ്റെ കരിന്തൊലി കളഞ്ഞിട്ട്, മുള്ള ചെത്തി കളഞ്ഞിട്ട്, കൊത്തി നുറുക്കി വേവിച്ച് അമ്മിക്കല്ലിന്മേൽ വെച്ചിടിച്ച് ആണ് നമ്മൾ ഇടിഞ്ചക്ക തോരൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഓർമ്മയുണ്ടോ? അതുപോലെ തന്നെ പ്ലാവില കൊണ്ട് കഞ്ഞി കുടിക്കുന്നത്, കുത്തിരി കഞ്ഞി കുടിക്കുന്നത് ഓർമ്മയുണ്ടോ? പ്ലാവില കൊമ്പിള കുത്തി കഞ്ഞി കുടിക്കുന്നത്. അങ്ങനെ കഞ്ഞി കുടിക്കുന്നതുകൊണ്ട് പല ഗുണമുണ്ട്. പ്ലാവിലയ്ക്ക് ഔഷധ ഗുണമുണ്ട്. വേനൽക്കാലമായാൽ നമ്മുടെ ചക്കയും മാങ്ങയും ആയി പണ്ടൊക്കെ 6 മാസക്കാലം വീടുകളിലൊക്കെ ഉള്ള വിഭവമായിരുന്നു ചക്കയും മാങ്ങയും. എന്തോരു നല്ല വിഭവങ്ങളായിരുന്നു അതൊക്കെ അല്ലേ? പച്ചച്ചക്ക കറിയും അതുപോലെ പുഴുക്കുണ്ടാക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ചക്കക്കുരു അതുപോലെ തന്നെ പ്രധാന ഒരു ഭക്ഷ്യവസ്തു തന്നെയാണ്. ചിപ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അങ്ങനെ എന്തെല്ലാം വിഭവങ്ങൾ നമുക്കിതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കുന്നുണ്ടോ? സമ്പന്നമായ പോഷക ഗുണങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എന്താണ് കഴിക്കേണ്ടതാണ് എല്ലാവരും. ചക്ക പോഷകസമൃദ്ധമായ ഒരു പഴമാണ്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു, ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. കൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന നാരുകൾ ദഹനത്തെ മെച്ചപ്പെടുത്തുന്നു. അതുപോലെ വിറ്റാമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മത്തിനും നമ്മുടെ കാഴ്ചശക്തിക്കും ഒക്കെ ഉത്തമ ഗുണമാണ്. അതുപോലെ കൊളസ്ട്രോൾ രഹിതമാണ്, കൊളസ്ട്രോൾ ഇല്ലാത്തതാണ്. നാരുകൾ ഉള്ളതിനാൽ ദഹനത്തിന് സഹായിക്കുന്നു. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ സാധിക്കുന്നു. വ്യത്യസ്തമായ സുഗന്ധത്തിൽ വലുപ്പത്തിലും പേരുകേട്ട ചക്ക നൂറ്റാണ്ടുകളായി പല സംസ്കാരങ്ങളിലും പ്രിയപ്പെട്ടതായി